നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം മസ്റ്റ് നിർബന്ധമായി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൽ 80% ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. എന്നാൽ മസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് മസ്റ്റിംഗ് പൂർത്തിയായിട്ടുള്ളത് എങ്ങനെ കാണിക്കുമെന്നുള്ളത് നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോക്കുന്ന വെബ്സൈറ്റിൽ കാണുന്ന ഈ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അത് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാൻ ആദ്യം ക്രോം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് അതിൽ ഗൂഗിളിൽ പെൻഷൻ സേവന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെൻഷൻ സേവന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പെൻഷൻ സേവന എന്ന് അവിടെ വരും. അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. മസ്റ്റിംഗ് ചെയ്ത ആളുകളാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മസ്റ്റിംഗ് സേവന എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെൻഷൻ തിരച്ചിൽ എന്ന് മലയാളത്തിൽ ഒന്ന് കാണാൻ സാധിക്കും. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു വെബ്സൈറ്റാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ പെൻഷൻ തിരച്ചിൽ എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ കാണിക്കും നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കൽ, പെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന് കാണുന്നത് പെൻഷൻ തിരച്ചിൽ ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം. എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന പെൻഷൻ ഐ ഡി ചിലപ്പോൾ പല ആളുകളുടെയും കയ്യിലുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആധാർ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അവിടെ നമ്മുടെ ആധാർ നമ്പർ തെറ്റാതെ 14 അക്ക ആധാർ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ആധാർ നമ്പർ അറിയാത്ത ആളുകളാണെങ്കിൽ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും ഈ മൂന്നിലേതെങ്കിലും ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ആധാർ കാർഡ് നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആധാർ നമ്പർ അവിടെ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഇപ്പോൾ ഇതിൽ കാണുന്നത് 9174 അത് മാറിക്കൊണ്ടിരിക്കും. അവിടെ കാണുന്ന അതേ നമ്പർ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരയെന്ന് ടൈപ്പ് ചെയ്ത് മൊബൈലൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള പേര്, പെൻഷൻ ഐ ഡി, അതുപോലെ പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇതിൽ പെൻഷൻ ഐ ഡി അറിയാത്ത ആളുകൾക്കെല്ലാം ഇത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ ഐ ഡി ഇതിൽ നിന്ന് ലഭിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ പെൻഷൻ സ്റ്റാർട്ട്സ് ഇപ്പോൾ ആക്റ്റീവ് ആണോ അതോ റീആക്റ്റീവ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ. അവിടെ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് ഈ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 7/7/2024 മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മസ്റ്റിംഗ് സമർപ്പിച്ചിട്ടില്ല എന്നായിരിക്കും അവിടെ കാണുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്, എല്ലാ വർഷവും നൽകേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് അവിടെ നൽകിയിട്ടുണ്ടോ. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട പുനർവിവാഹിത ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാണാൻ സാധിക്കും. ഈ ഒരു ആധാർ നമ്പറിൽ പുനർവിവാഹിത ഇല്ലാന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവർക്ക് 60 വയസ്സായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. അവരുടെ മസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അക്ഷയയിൽ നിന്ന് പല സമയത്തും തിരക്കിലാലും മറ്റും മസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മുടെ കടമയാണ്. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. ആധാർ നമ്പർ കൊണ്ടുപോയി അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ പുതിയ വീഡിയോസ്